വാങ്ങിക്കൊടുക്കാൻ നമുക്ക് സാധിക്കും എന്നതിൻ്റെ കോൺഫിഡൻസ്. ഇവിടെ മീൻകാനെ പോലെയുള്ള ആളുകൾ പല തരത്തിലും നമ്മളെ സിദ്ധിയൊക്കെ ഇവിടെ ഉണ്ട്. നമുക്കൊരുപാട് ഐഡിയാസുള്ള, നമുക്കൊരുപാട് ആശയങ്ങളുള്ള, ബിസിനസ് ഐഡിയകളുള്ള ആളുകളെ നമ്മൾ ഒരുമിച്ച് ഇരുത്തി നമ്മളൊരു വലിയ തോതിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുക. ഇതിന് നമ്മൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്കറിയണ്ടാവും എന്ന് പറയുന്ന സ്ഥാപനം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയും. അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അവിടുത്തെ പ്രത്യേകത, അവിടെ പഠിച്ച കുട്ടികൾ പഠിച്ച കോഴ്സ് പോലും പാസ്സാവുന്നതിന് മുമ്പ് 50 ലക്ഷവും 60 ലക്ഷവും ഒക്കെ വാർഷികമായിട്ട് ശമ്പളം പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോകുന്ന സ്ഥാപനമാണ് IIM. അവിടുത്തെ പ്രൊഫസറും അതുപോലെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറും നമ്മുടെ സ്കെയിലപ്പ് എന്ന് പറയുന്ന നമ്മളുടെ പ്രോജക്റ്റിൻ്റെ പാട്രണുമായിട്ടുള്ള സജി ഗോപിനാഥ് ഉണ്ട്, ഡോക്ടർ സജി ഗോപിനാഥ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ ഈ സംരംഭകത്വ പരിപാടിയിലേക്ക് കടക്കുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഒരു വാക്ക് തരുന്നു. നിങ്ങളിൽ ഒരുപാട് കപ്പാസിറ്റി ഉള്ളവരുണ്ട്, നിങ്ങളിൽ ഒരുപാട് കഴിവുകളുള്ളവരുണ്ട്. വെറുതെ വിചാരിക്കുക നമുക്കിത് പറ്റില്ല, നിങ്ങൾക്കൊക്കെ ഇത് പറ്റും, നിങ്ങളെ കൊണ്ട് അത് പറ്റിക്കുന്ന തരത്തിലേക്ക് നിങ്ങളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരും. അങ്ങനെ ഈ നാട്ടിലെ 10,000 വനിതകളെ നമ്മൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ അതിലേറ്റവും കൂടുതൽ ആളുകൾക്ക് അവസരം ലഭിക്കാൻ പോകുന്നത് താഴെക്കോട് പഞ്ചായത്തിൽ നിന്നാണ്. കാരണം താഴെക്കോടാണ് നമ്മളുടെ ഏറ്റവും അക്ഷയ ഖനിയായിട്ടുള്ള ഉസ്മാൻ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മളുടെ വോട്ട് വരേണ്ടത് ഇവിടെയാണ് അല്ലേ താത്തേട്ട? താഴെക്കോട് നിന്നാണ്, കരിങ്കല്ല് താണിയിൽ നിന്നാണ്. നിങ്ങൾ ഒരു വോട്ട് പോലും അപ്പുറത്ത് കൊടുക്കരുത്. എല്ലാ വീടുകളും കയറൂലേ? റെഡിയല്ലേ മക്കളൊക്കെ? റെഡിയല്ലേ? വെക്കേഷൻ അല്ലേ? ഫ്രീ അല്ലേ? നമ്മൾ വീട് കയറി നമ്മൾ പ്രചരണം നടത്തേണ്ടത്, ഇത് നജീബ് ജയിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്, നിങ്ങളുടെ ആവശ്യമാണ്, ഓരോ വീട്ടുകാരുടെയും ആവശ്യമാണ് എന്ന നിലയിൽ നമ്മളത് പ്രചരണം നടത്തണം. മറ്റൊരു രാഷ്ട്രീയ കാരണം കൂടി ഞാൻ പറയാം. ഐക്യജനാധിപത്യ മുന്നണി 100-ലേറെ സീറ്റുമായി തീർച്ചയായും അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ഒരാൾക്കും സംശയമില്ല. നമ്മളുടെ മുഖ്യമന്ത്രി മെയ് 4-ന് നമ്മൾ റിസൾട്ട് വരുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ പോകുന്നത്. എല്ലാവരും നോക്കും, എല്ലാ മന്ത്രിമാരും, ഇപ്പോഴുള്ള നിലവിലുള്ള മന്ത്രിമാർ മുഴുവൻ തോൽക്കും. 20 മന്ത്രിമാരും തോൽക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. ഇതൊന്നും കൂടി എഴുതി വെച്ചോളൂ, റിസൾട്ട് വരുമ്പോൾ ഞാൻ നോക്കും. മുഖ്യമന്ത്രിനെ ഞാനിപ്പോൾ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നൊരു കാര്യം, നമ്മളൊരു വെള്ളക്കടലാസിൽ എഴുതി കൊടുത്താൽ നേടിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് ആണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളിലെല്ലാം ബദ്ധശ്രദ്ധനായി ഞാൻ ഉണ്ടാകും. കഴിഞ്ഞ 5 വർഷം ഞാൻ ഒരു ദിവസം പോലും MLA ഓഫീസ് അടച്ചിട്ടില്ല. ഒരിക്കൽ പോലും, ഒരു രാത്രി പോലും അതിൻ്റെ ഗേറ്റ് അടച്ചിട്ടിട്ടില്ല. ഞാൻ എന്നും ഓപ്പണായി നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ച ജീവിതമാണ് എൻ്റേതെന്ന് എനിക്ക് ആത്മാർത്ഥമായി പറയാൻ കഴിയും. നാളെയും അതുണ്ടാകും, ഇനി അടുത്ത 5 വർഷവും അതുണ്ടാകും, അതിൽ സംശയമേ ഇല്ല. നമുക്ക് ഒരുമിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടണം. നിങ്ങളാണ് തെരഞ്ഞെടുപ്പ് ജയിപ്പിക്കേണ്ടത്. നമ്മൾ 9-ാം തീയതി കല്യാണമാണ്, അതിന് മുമ്പ് വിളിയൊക്കെ കഴിയണം. കല്യാണത്തിന് എല്ലാവരും എത്തിക്കണം, എല്ലാവർക്കും ഭക്ഷണം കൊടുത്തേ നിങ്ങൾ വിടാവുള്ളൂ. ആ പണിയാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നത്. 9-ാം തീയതി എല്ലാവരും പ്ലസൻ്റായി നമ്മുടെ പോളിംഗ് ബൂത്തിൽ വന്ന് വോട്ട് ചെയ്തെന്ന് ഉറപ്പുവരുത്തുന്നവരെ നിങ്ങൾക്ക് ജോലി വേറെ ഒന്നുമില്ല എന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ബാക്കിയെല്ലാം പിന്നെയാണ്. നമുക്ക് ജയിച്ചിട്ട് കാണാം. എല്ലാ ആശംസകളും നേരുന്നു. നന്ദി. ജയ് ഹിന്ദ്.